നമ്മളെല്ലാവരും ജീവിതത്തിൽ ഒരുപാട് സ്ട്രെസ്സുകൾ അനുഭവിക്കുന്ന ആളുകളാണ്. എന്നാൽ ഇതിൽ നിന്നൊക്കെ നമുക്ക് വിട്ടകന്ന് നിന്നിട്ട് ആരുടെയും ശല്യമില്ലാത്ത, ഒട്ടും ഒച്ചയും ബഹളവും ഒന്നും ഇല്ലാത്ത നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലത്ത് ഒരു ദിവസമെങ്കിലും താമസിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടോ? ഞാനിപ്പോൾ ഉള്ളത് ഹംഗറിയിലെ അങ്ങനെ ഒരു സ്ഥലത്താണ് കേട്ടോ. ഹംഗറിയുടെ ക്യാപിറ്റലായ ബുദാപെസ്റ്റിൽ നിന്ന് ഏകദേശം ഒരു 60-70 കിലോമീറ്റർ അകലെയായിട്ട് കാണുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ചെറിയ ഗ്രാമമാണ് കേട്ടോ സെബഗേനി. ശരിക്കും പറഞ്ഞാൽ ഇതുപോലുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ വരാനും ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് നേരിട്ട് കാണാനും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരു ദിവസമെങ്കിലും ഇവിടെയൊക്കെ വന്നൊന്ന് സ്റ്റേ ചെയ്യാനും ഒരുപാട് ആഗ്രഹമുള്ള എന്നാൽ അതിന് സാധിക്കാത്ത ഒരുപാട് കൂട്ടുകാർ എനിക്കുണ്ട് കേട്ടോ. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അവർക്ക് വേണ്ടി മാത്രമാണ്. സ്കൂളിൽ പഠിക്കുമ്പോൾ തൊട്ടടുത്ത സിറ്റിയിലോട്ടൊരു വണ്ടി ട്രിപ്പ് പോലും പോകാൻ ഭാഗ്യം കിട്ടാത്ത എനിക്ക് ഇപ്പൊ കിട്ടിയ ഈ മഹാഭാഗ്യമുണ്ടല്ലോ, അത് ഇതിന് സാധിക്കാത്ത എൻ്റെ സുഹൃത്തുക്കൾക്ക് എന്നിലൂടെ ഇത് സാധിച്ചെടുക്കാൻ കഴിയുകയാണെങ്കിൽ ഇതിൽ പരം സന്തോഷം വേറെ എന്താണുള്ളതല്ലേ. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ നിങ്ങൾ കാണണം കേട്ടോ. ഉറപ്പായിട്ടും ഈ വീഡിയോ നിങ്ങളെ മറ്റൊരു ലോകത്തേക്ക് എത്തിക്കുക എന്നതിൽ യാതൊരു സംശയവുമില്ല. ഇന്നിപ്പോൾ ഒരുപാട് വൈകിയാണ് ഇവിടെ എത്തിയത്. ഇന്നെന്തായാലും ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല ഉറക്കമൊക്കെ ഇറങ്ങി അടിപൊളിയായിട്ടൊന്ന് വിശ്രമിച്ചിട്ട് നാളെ രാവിലെ നമുക്ക് സ്ഥലങ്ങളൊക്കെ ചുറ്റിക്കാണാം. പ്രകൃതിയോടെ ഇണങ്ങി നിൽക്കുന്ന നല്ല അടിപൊളി ഒരു ഹോട്ടലാണ് കേട്ടോ ഇത്. എനിക്ക് ഈ ഹോട്ടലിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ഇവിടുത്തെ ഭക്ഷണം ഷെയർ ചെയ്യുന്ന രീതിയാണ്. നമ്മൾ പല സ്ഥലങ്ങളിലും പോയാൽ ഫുഡ് വേഗം കൊണ്ടുവന്ന് വേഗം കഴിച്ച് എഴുന്നേൽക്കേണ്ട ഒരു അവസ്ഥയാണല്ലോ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ആദ്യം നമ്മൾ സെറ്റിലായി സംസാരിച്ചിരിക്കുമ്പോൾ അവർ ചെറിയൊരു സ്റ്റാർട്ടർ കൊണ്ടുവരും. അത് കഴിച്ചുകൊണ്ട് പതുക്കെ സംസാരിച്ചിരിക്കും. അങ്ങനെ സംസാരിച്ചിരുന്ന് കുറച്ചധികം സമയം കഴിയുമ്പോഴേക്കും മെയിൻ ഫുഡ് വരും. ഭക്ഷണം കഴിച്ച് വയറ് നിറയ്ക്കുക എന്നതിലുപരി ഇങ്ങനെ സമയം എടുത്ത് സംസാരിച്ചിരിക്കാനുള്ള ഒരു എക്സ്പീരിയൻസ് പോലെയാണ് കേട്ടോ എനിക്ക് തോന്നിയത്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് എൻജോയ് ചെയ്തിരിക്കുമ്പോൾ ദാ അടുത്ത ഐറ്റം വന്നു. അതും കഴിച്ച് സൊറ പറഞ്ഞിരിക്കുമ്പോൾ അവസാനമായിട്ട് ചെറിയ ചോക്ലേറ്റ് ഒക്കെ നമുക്ക് കൊണ്ടുവന്ന് ഒരു നൈസ് സെൻഡിങ് ആണ് അവർ തരുന്നത്. അങ്ങനെ നല്ല അടിപൊളി ഫുഡൊക്കെ കഴിച്ച് നല്ല അന്തസ്സായിട്ടൊരു ഉറക്കമൊക്കെ ഇറങ്ങിയിട്ട് ക്ഷീണമൊക്കെ മാറ്റി രാവിലെ എണീറ്റ് നമ്മുടെ റൂമിൻ്റെ ഡോറ് തുറന്നു വരുമ്പോൾ കാണുന്ന കാഴ്ചയാണ് കേട്ടോ ഇത്. എൻ്റെ മോനെ, രാവിലെ എണീറ്റ് വരുമ്പോൾ തന്നെ ഇതുപോലൊരു കണി, ഇത്ര മനോഹരമായിട്ടുള്ളൊരു കണിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ ദിവസം ഉഷാറായില്ലേ. ഇങ്ങനെ നോക്കത്താ ദൂരത്ത് പരന്ന് പന്തലിച്ച് ഇങ്ങനെ മലനിരകൾ, അതിനെ തൊട്ട് തഴുകി തലോടി ഒഴുകുന്ന ദനൂബ് റിവർ, പിന്നെ അങ്ങ് ദൂരെ കണ്ടോ കുറേയേറെ കെട്ടിടങ്ങൾ നമുക്കിങ്ങനെ കാണാൻ സാധിക്കും. ഒരുപാട് വീടുകളുണ്ട് കേട്ടോ അവിടെ. എത്ര മനോഹരമായിട്ടുള്ള കാഴ്ചയാണല്ലേ. ഇവിടെ ഇപ്പം നല്ല തണുപ്പാണ് കേട്ടോ. രാവിലത്തെ പ്രഭാത കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് കുളിച്ച് നല്ല സുന്ദര കുട്ടപ്പനായിട്ട് ഞാൻ താഴേക്ക് വന്ന് ഹരികൃഷ്ണ സിനിമയിൽ ഗുപ്തന്റെ കാര്യം പറയുന്ന പോലെ ഒരു കപ്പ് ചൂട് കാപ്പിയൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടല്ലോ. അതിങ്ങനെ ഈ കാഴ്ചയൊക്കെ കണ്ടിരുന്നിട്ട് ഊതി ഊതി സിപ്പ് ചെയ്ത് ആസ്വദിച്ച് കുടിച്ച് കുറേ നേരം ഇങ്ങനെ ഇരിക്കണം. കാര്യം തമാശയ്ക്ക് പറഞ്ഞതാണെങ്കിലും ഈ കാഴ്ചയൊക്കെ കണ്ടിട്ടുള്ള ഇരിപ്പ് ഒരു ഒന്നൊന്നര ഇരിപ്പ് തന്നെയാണ് കേട്ടോ. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ എൻ്റെ സ്ഥാനത്ത് ജസ്റ്റ് നിങ്ങളായിട്ടൊന്ന് ഇമാജിൻ ചെയ്ത് വേണം കേട്ടോ കാണാനായിട്ട്. ഇനി നിങ്ങൾ കാണാൻ പോകുന്ന കാഴ്ചകൾ നിങ്ങളെ വേറൊരു ലോകത്തേക്ക് എത്തിക്കുക എന്നതിൽ യാതൊരു സംശയവുമില്ല. യൂറോപ്പിലെ ഏറ്റവും വലിയ നദിയായിട്ടുള്ള ഡനൂബ് റിവറാണിത്. ഈ നദി വട്ടം കിടന്ന് നമ്മൾ ഇനി പോകുന്നത് ആ മലയുടെ മുകളിൽ കാണുന്ന ചെറിയൊരു കോട്ട കണ്ടില്ലേ? അതത്ര ചെറിയ കോട്ടയൊന്നും അല്ല കേട്ടോ. കരിക്കല്ലുകൊണ്ട് നിർമ്മിച്ചേക്കുന്ന അത്യാവശ്യം വലിയൊരു കോട്ടയാണിത്. കുറച്ച് ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും നമ്മൾ അതിൻ്റെ മുകളിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആകാശത്ത് നിന്ന് ഭൂമിയെ നോക്കി കാണുന്ന അങ്ങനെ ഒരു അനുഭവമാണെന്നാണ് ഇവിടുത്തെ ആളുകളൊക്കെ പറയുന്നത്. ആ നിൽക്കുന്ന ആളുകളൊക്കെ ഈ കോട്ട കാണാനുള്ളവരാണ്. ജങ്കാർ എത്താനായിട്ട് ഇനി സമയമുണ്ട്. അതുവരെ അവരവരുടെ കുട്ടികളൊക്കെ ആയിട്ട് നദിക്കരയിൽ അവരുടെ വിലപ്പെട്ട സമയം സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡനൂബ് റിവറും പിന്നെ ഈ കുന്നുകളും മലകളും മലകളുടെ താഴെയുള്ള ചെറിയ വീടുകളൊക്കെ കാണാനായിട്ട് എന്ത് രസമാണല്ലേ. എന്തായാലും നമുക്ക് പോകാനുള്ള വാഹനം എത്തിയിരിക്കുകയാണ് കേട്ടോ. ഈ വണ്ടിയിലിരുന്നുള്ള അക്കരെ കാഴ്ചകൾ കാണുമ്പോൾ എന്തൊക്കെയോ വലിയ പ്രതീക്ഷകളാണ് മനസ്സിൽ വരുന്നത്. ഈ വീഡിയോയിൽ ഇത്ര മനോഹരമായിട്ടുള്ളൊരു സ്ഥലത്ത് എൻ്റെ മുഖം കാണിച്ചില്ലെങ്കിൽ പിന്നെ വേറെ എവിടെ കാണിക്കാനല്ലേ. ഇതാ കണ്ടില്ലേ, നല്ല പച്ചപ്പട്ടണിഞ്ഞ് സുന്ദരിയായിട്ട് നിൽക്കുകയാണ് അവള്. അതിൻ്റെ ഇടയിൽ കൂടെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു മനോഹരമായ വീടുകൾ കൊണ്ട് നല്ല അടിപൊളി ആഭരണങ്ങൾ പ്രകൃതി തന്നെ അവൾക്ക് കൊടുത്തേക്കുവാണ്. നമ്മൾ ഈ പ്രകൃതിയെ പ്രണയിക്കണം.
അപ്പം നമുക്ക് ഈ ലോകത്ത് ഏറ്റവും സുന്ദരിയായിട്ടുള്ളത് പ്രകൃതിയായിട്ട് നമുക്ക് തോന്നും. എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് ഞാൻ പ്രകൃതിയെ സ്നേഹിക്കുകയല്ല, മറിച്ച് പ്രണയിക്കുകയാണെന്ന്. നിങ്ങൾക്കറിയോ, ഞാൻ ഒരു ഷോട്ട് തന്നെ പല പ്രാവശ്യം കൊടുക്കും. എത്ര തവണ എടുത്താലും ഞാൻ ഒട്ടും തൃപ്തനല്ല. ഏത് കോണിൽ നിന്നാണ് അവൾക്ക് കൂടുതൽ ഭംഗിയെന്ന് അറിയാനായിട്ട് പിന്നെയും പിന്നെയും ഞാനത് ചെയ്തുകൊണ്ടിരിക്കും. എന്താ പറയാ, ഒരു തരം ഭ്രാന്ത് പോലെ. കടുത്ത് കിടന്ന് ഒരു അരമണിക്കൂർ ട്രാവൽ ചെയ്ത് അങ്ങനെ നമ്മൾ കോട്ടയിലെത്തി. പക്ഷെ നിർഭാഗ്യവശാൽ നമുക്ക് അവിടേക്ക് കയറാനായിട്ട് സാധിച്ചില്ല. ആളുകളുടെ ഒരു നീണ്ട ക്യൂ തന്നെ അവിടെ ഉണ്ടായിരുന്നു. ഏകദേശം ഒരു അരമണിക്കൂർ അവിടെ വെയിറ്റ് ചെയ്താലാണ് എൻട്രി പാസ് കിട്ടുള്ളൂ അവിടെ ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞു. മനോഹരമായ മറ്റൊരു സ്ഥലം കൂടി നമുക്ക് കവർ ചെയ്യാനുള്ളതുകൊണ്ട് തൽക്കാലം തിരികെ പോന്നു. പക്ഷെ എന്നെ വിശ്വസിച്ച് എൻ്റെ ഒപ്പം ഇത്ര നേരം യാത്ര ചെയ്ത നിങ്ങളെ നിരുത്സാഹപ്പെടുത്താൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ തേടി പിടിച്ച് മറ്റൊരു വ്യൂ പോയിന്റിലോട്ട് പോയിട്ട് കോട്ടയുടെ മുകളിൽ നിന്ന് കാണുന്ന അത്ര ഭംഗിയൊന്നും കിട്ടിയില്ലെങ്കിലും ഏകദേശം അതിനോടടുത്ത് ഒരു 50% ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്ന രീതിയിൽ മറ്റൊരു സ്ഥലത്ത് പോയി നിന്നിട്ട് ഞാൻ നിങ്ങളെ ആ കാഴ്ചയൊക്കെ കാണിച്ചു തരികയാണ് കേട്ടോ. അയ്യോ, എന്താ ഇപ്പം പറയാ, നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ചിറക് മുളച്ചിട്ട് നമ്മളിങ്ങനെ പക്ഷികളെ പോലെ പറന്ന് മേഘങ്ങൾക്ക് മേലെ ചെന്ന് നിന്ന് താഴെ ഭൂമിയിൽ ഇങ്ങനെ കാഴ്ചകളൊക്കെ ഇങ്ങനെ പറന്ന് നടന്ന് കാണുന്ന ഒരവസ്ഥ. ശരിക്കും അങ്ങനെ തന്നെ വേണ്ടേ പറയാനായിട്ട്. എന്ത് രസമാണെന്ന് നോക്കൂ, ആ വീടുകളും പിന്നെ ആ പുഴയും മലകളും മരങ്ങളും. ഇതാ നോക്ക്, അങ്ങ് ദൂരെ സോപ്പ് പെട്ടി പോലെ കുറേ വണ്ടികൾ ഇങ്ങനെ പോകുന്ന കണ്ടോ. ഒന്നും പറയാനില്ല. ഇതൊക്കെ കാണാതെ നമ്മൾ ജീവിച്ച് മരിച്ചു കഴിഞ്ഞാൽ ഈ ജീവിതത്തിന് പിന്നെ എന്താണ് ഒരർത്ഥമുള്ളത്? ശരിക്കും ഇവരുടെയൊക്കെ ജീവിതം എന്ത് രസമായിരിക്കും അല്ലേ. ടെൻഷൻ ഫ്രീ ആയിട്ടുള്ള ലൈഫായിരിക്കും. കാരണം ഇതൊക്കെയല്ലേ അവർ നേരം വെളുത്ത് എണീറ്റ് വരുമ്പോൾ കാണുന്നത്. ഈ വീടുകളിലുള്ള ആളുകൾ എത്ര ഹാപ്പി ആയിട്ടായിരിക്കും ജീവിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ മരണശേഷം സ്വർഗം നരകം എന്നുള്ള കൺസെപ്റ്റിനോട് ഞാൻ ഒരിക്കലും യോജിക്കുന്നില്ല. ഈ സ്വർഗം എന്നൊക്കെ പറയുന്നത് അത് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അനുഭവിച്ച് അറിയേണ്ട കാര്യമാണ്. മരിച്ച ആകാശത്തേക്ക് എന്നിട്ട് ആ കാർമേഘത്തിന്റെ ഉള്ളിൽ എന്ത് സ്വർഗമാണ് ഇരിക്കുന്നത്. ഇതാ കണ്ടില്ലേ, നല്ല പച്ചപ്പട്ടാർന്ന പ്രകൃതി, മരങ്ങള്, വീടുകള്, പുഴകള്. സ്വർഗം ഭൂമിയിലാണെന്ന് കാണിച്ചു തരാനായിട്ട് ഇതിലും നല്ല തെളിവ് വേറെ എന്താണുള്ളത്? ശരിക്കും പറഞ്ഞാൽ കഷ്ടപ്പെട്ട് ഇവിടെ വരെ വന്നിട്ട് ആ കോട്ടയുടെ മുകളിലേക്ക് ഒന്ന് കയറാൻ പറ്റാതെ തിരിച്ചു പോകുന്നതിന്റെ വിഷമം ഇതൊക്കെ കണ്ടപ്പോഴാട്ടോ തീർന്നത്. എന്നെ വിശ്വസിച്ച് എൻ്റെ വീഡിയോ കണ്ടിരുന്നവർക്ക് ഇത്രയെങ്കിലും എനിക്ക് കാണിക്കാൻ കഴിഞ്ഞല്ലോ. നമ്മൾ കുറച്ചു മുമ്പ് കണ്ട കോട്ടയുടെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്നതിന്റെ ഒരു വശം മാത്രമാണ് ഇപ്പം ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുള്ളൂ. കോട്ടയുടെ മുകളിൽ നിന്ന് നമ്മൾ താഴോട്ട് നോക്കുമ്പോൾ കോട്ടയ്ക്ക് ചുറ്റും ഇതുപോലെ തന്നെയാണ് കേട്ടോ. വളരെ ബ്യൂട്ടിഫുൾ ആണ്. ഇവിടെ ഇപ്പൊ ടൈം ഉച്ചയ്ക്ക് 12:30 ആയി. നല്ല വിശപ്പുണ്ട്. ഇനിയിപ്പം അടുത്ത സ്ഥലത്തോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഈ ഹോട്ടലിൽ കയറി കുറച്ച് ഭക്ഷണം കഴിച്ചിട്ട് പോവാം അല്ലേ. ഇവിടെ റെസ്റ്റോറൻറ്റുകളിലൊക്കെ അകം അവർ നല്ല അടിപൊളിയായിട്ടാട്ടോ ഒരുക്കിയിരിക്കുന്നത്. ശരിക്കും നമ്മളിതിൻ്റെ അകത്തോട്ട് കയറുമ്പോൾ വേറെ ഒരു വൈബ് തന്നെയാണ്. ഇവിടുത്തെ റെസ്റ്റോറൻറ്റുകൾ കയറി ഫുഡ് ഓർഡർ ചെയ്യുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചോളം അതൊരു വലിയ ടാസ്ക്കാണ്. ഭാഷ അറിയില്ലല്ലോ. ഈ പുസ്തകത്തിൽ ഞാൻ നോക്കിയിട്ട് എനിക്ക് പരിചയമുള്ളൊരു പേര് ഞാൻ കണ്ടത് സാൽമൺ എന്നാണ്. അങ്ങനെ ഒരു സാൽമൺ സ്റ്റീക്ക് ഞാൻ ഓർഡർ ചെയ്തു. കാണാൻ ചെറുതാണെങ്കിലും കഴിച്ചു കഴിയുമ്പോൾ അത്യാവശ്യം വയറ് നിറയാനുള്ളതുണ്ട്. അങ്ങനെ കോട്ടയ്ക്കടുത്തുള്ള കാഴ്ചകളൊക്കെ കണ്ട് നല്ല അടിപൊളി ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ചധികം ഊർജം സംഭരിച്ച് ഇനി നമ്മൾ പോകുന്നത് ചെറിയൊരു മല കയറാനാണ് കേട്ടോ. പോകുന്ന വഴിക്ക് നല്ല എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള അടിപൊളി സെമിട്രി ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. തൊട്ട് ചേർന്നൊരു പള്ളിയൊക്കെ ഉണ്ട്. ഏകദേശം 1/2 കിലോമീറ്ററോളം നല്ല കുത്തനെയുള്ള കയറ്റാണ് കേട്ടോ. നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും മുകളിലെത്തിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെല്ലുന്നത് നല്ല അടിപൊളി ഒരു വ്യൂ പോയിന്റിലേക്കാണ്. പിന്നെ അതിനോട് ചേർന്ന് ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഒരു അടിപൊളി സ്ഥലമുണ്ട്. ഹംഗറിയിലെ ചരിത്രം എടുത്ത് നോക്കുമ്പോൾ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ അത്. എൻ്റെ യാത്രയിൽ ഞാൻ അധികം ഫോക്കസ് ചെയ്തത് ഈ ഒരു സ്ഥലവും പിന്നെ അതിനോട് ചേർന്നുള്ള ആ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ പോയിന്റ് ഒക്കെയാണ്. നോക്കൂ, അത്യാവശ്യം നല്ല രീതിയിലുള്ള കയറ്റം തന്നെയാണ് കേട്ടോ. കുറച്ച് ബുദ്ധിമുട്ടി വേണം നമുക്ക് മുകളിൽ എത്താനായിട്ട്. നമ്മളങ്ങനെ ഏറെക്കുറെ ഈ മലയുടെ മുകളിൽ എത്തിയിട്ടുണ്ട്. ഇതിന്റെ മുകളിൽ എത്തിക്കഴിയുമ്പോൾ ഒരു പ്രത്യേക ലോകം തന്നെയാണ്. ഇതൊരു കാടാണെന്നോ അല്ലെങ്കിൽ ഒരു മലയാണെന്നോ അങ്ങനെ ഒരു തോന്നലൊന്നും നമുക്കില്ല. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലം. നമ്മളങ്ങനെ നടന്ന് നേരെ ആദ്യം ചെല്ലുന്നത് ഞാൻ ആദ്യം പറഞ്ഞ ആ വ്യൂ പോയിന്റിലേക്കാണ്.
ഇതിൻ്റെ മുകളിൽ കയറിയിട്ട് നമ്മൾ ഏറ്റവും മുകളിൽ കയറണം. എന്നിട്ട് നമ്മൾ താഴേക്ക് നോക്കുമ്പോൾ കാണുന്നത് വളരെ മനോഹരമായിട്ടുള്ള മറ്റൊരു ലോകമാണ്. ഇത് നമ്മൾ ആദ്യം കണ്ടതിനെക്കാട്ടുമൊക്കെ ഒരുപാട് മടങ്ങ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മറ്റൊരു വ്യൂ പോയിന്റ് ആണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എൻ്റെ യാത്രയിൽ ഞാൻ ഏറ്റവും അധികം ഫോക്കസ് ചെയ്തത് ഈ വ്യൂ പോയിന്റും പിന്നെ ഇതിനോട് ചേർന്നുള്ള ഹിസ്റ്റോറിക്കലായിട്ടുള്ള സ്ഥലമാണ്. ഒന്നും പറയാനില്ല, നമ്മൾ ഇതുവരെ ജീവിതത്തിൽ കാണാത്ത പല കാര്യങ്ങളാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും അതൊക്കെ ഒരു പുതിയ അനുഭവങ്ങളാണ്. നമ്മൾ പുതിയൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ നമുക്ക് അവിടെ തോന്നും ആദ്യം കണ്ടതൊന്നും ഒന്നുമല്ല, ഇപ്പം കാണുന്നതാണ് അതിനെക്കാട്ടും മനോഹരമായിട്ടുള്ളതെന്ന്. അങ്ങനെയുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ സ്ഥലങ്ങളാണ് കേട്ടോ ഇവിടെയുള്ളത്. അങ്ങനെ ഞാൻ പറഞ്ഞ ആ സ്വർഗത്തിലേക്ക് എത്താനായിട്ട് ഇനി ഏതാനും സെക്കൻഡുകൾ മാത്രം. ഈ സ്ഥലം കാണാനായിട്ട് അത്ര കഷ്ടപ്പെട്ട് ഇവിടെ വരെ വന്നത്. ഇവിടെ വന്നിട്ട് ശരിക്കും പറഞ്ഞ ഇതിപ്പം ടാക്സി വിളിച്ച് സ്വർഗത്തിലെത്തിയ പോലെ ആയിപ്പോയി. അയ്യോ, എന്ത് രസമല്ലേ. ഈ മലയുടെ മുകളിൽ ഈ കാടിന്റെ നടുക്കായിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറെ അധികം ഗസ്റ്റ് ഹൗസുകളുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരിക്കൽ നമ്മളിവിടെ എത്തിപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നമുക്ക് ഇവിടെ നിന്ന് തിരിച്ചു പോകാൻ തോന്നില്ല. കാരണം നമ്മുടെ മനസ്സ് അതിനെ സമ്മതിക്കില്ല. അത്ര മനോഹരമായിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണിത്. ശരിക്കും പറഞ്ഞാൽ പ്രകൃതി വളരെ സ്നേഹത്തോടെ വരച്ചു വെച്ച ഒരു ചെറിയ സ്വർഗം എന്നൊക്കെ പറയില്ലേ, അങ്ങനെയൊക്കെ വേണം ഇതിനെ വർണ്ണിക്കാനായിട്ട്. പ്രോപ്പർ സെബേഗേനി എന്നാണ് കേട്ടോ ഈ സ്ഥലത്തിൻ്റെ പേര്. നമ്മൾ ഗൂഗിളിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഗൂഗിളിലെ ചേച്ചി നമ്മളെ വളരെ കറക്റ്റായിട്ട് ഇവിടെ കൊണ്ടുവന്ന് എത്തിക്കും. അങ്ങ് അകലെയായിട്ട് നല്ല പച്ചപ്പ് നിറഞ്ഞ കുന്നുകൾ, അത് കഴിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് ധനൂബ് റിവർ ഇങ്ങനെ ഒഴുകുകയാണ്. അതിൻ്റെ കരയിലായിട്ട് നല്ല സ്വർഗം പോലത്തെ ഒരു ഗസ്റ്റ് ഹൗസ് കണ്ടോ നിങ്ങൾ? നല്ല രസമായിട്ടിരിക്കുന്ന കണ്ടോ? അത് ആ നദീനോട് ചേർന്ന് തന്നെ നദിയുടെ കരയിലാണ് കുറേയേറെ മരങ്ങളും. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇങ്ങനൊരു സ്ഥലത്ത് വന്ന് താമസിക്കാനും ഇതൊക്കെ നേരിട്ട് കണ്ട് അനുഭവിക്കാനും ശരിക്കും കൊതി തോന്നുന്നില്ലേ? ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ കുറേ നേരം വന്നിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ നമ്മുടെ ലൈഫിലുള്ള മറ്റ് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ആ നിമിഷം നമ്മൾ മറന്നുപോകും. നമ്മൾ വേറെ ഏതോ മായ ലോകത്താണെന്ന് നമുക്ക് തോന്നിപ്പോവും. ആ സമയത്ത് നമ്മുടെ മുഖത്തൊക്കെ തണുത്ത കാറ്റ് വന്നിങ്ങനെ തട്ടുമ്പോൾ ഉണ്ടല്ലോ, വളരെ സ്നേഹത്തോടെ നമ്മൾ ആരോ വന്ന് തഴുകുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആണ് നമുക്ക്. പുഴയ്ക്ക് അരികിലായിട്ട് കാണുന്ന കൊച്ചു വീടുകൾ കണ്ടില്ലേ, എത്ര മനോഹരമായിട്ടാണ് അതൊക്കെ നിർമ്മിച്ചു വെച്ചിരിക്കുന്നത്. ഇവിടെ ഇങ്ങനെ നിന്നിട്ടുള്ള ഈ ലോങ് വ്യൂവ് വേറെ ലെവലാണ് കേട്ടോ. ശരിക്കും നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ മൊബൈലിൽ ഫുൾ സ്ക്രീനിലിട്ട് വേണം കാണാനായിട്ട്. കാരണം ഒരുപാട് ദൂരെയുള്ള സ്ഥലങ്ങൾ സൂം ചെയ്ത് അടുപ്പിച്ച് കാണുമ്പോൾ ചെറിയ സ്ക്രീനിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കത് വ്യക്തമായിട്ട് ആസ്വദിക്കാൻ കഴിയില്ല. നമ്മുടെ മുമ്പിൽ കൂടെ ഇങ്ങനെ ശാന്തമായിട്ട് ഒഴുകി പോകുന്ന നദി ധനൂബ് റിവറാണ് കേട്ടോ. അതിന് അരികിലുള്ള പാളത്തിലൂടെ ട്രെയിൻ പോകുന്നത് ഈ മരച്ചില്ലയുടെ ഇടയിലൂടെ ഇങ്ങനെ കാണാനായിട്ട് എത്ര സുന്ദരമാണല്ലേ. നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്ന പല വലിയ സന്തോഷങ്ങൾക്ക് അപ്പുറമായിട്ട് ഇങ്ങനെ ഒരു കാഴ്ച, ഒരു തണുത്ത കാറ്റ്, അതിൻ്റെ ഒപ്പം നമ്മളെ മനസ്സിലാക്കുന്ന ഒരാൾ, അത്രമാത്രം മതിയല്ലേ ജീവിതം സുന്ദരമാകാൻ. ഇവിടെ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ സമയം പോലും പതുക്കെയായി പോകുന്ന പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതലായിട്ട് ആസ്വദിക്കാൻ കഴിയുള്ളൂ. എന്തായാലും ഇവിടുത്തെ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ട് ഞാൻ ആദ്യം പറഞ്ഞ ആ ഹിസ്റ്റോറിക്കലായിട്ടുള്ള സ്പെഷ്യൽ പ്ലേസിലോട്ടാണ് കേട്ടോ നമ്മളിനി പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു മലയുടെ മുകളിലായിട്ട് കാടിൻ്റെ ഒത്ത നടുക്കായിട്ട് ഇത്ര മനോഹരമായിട്ടുള്ളൊരു സ്ഥലമുണ്ടെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഉയരം കൂടിയ സ്ഥലമായതുകൊണ്ട് തന്നെ ഇവിടെ ഭയങ്കര കാറ്റാണ് കേട്ടോ. ഇപ്പം നമ്മുടെ മുന്നിൽ കാണുന്നത് ഒരു ചെറിയ പള്ളിയാണ് കേട്ടോ. മലയുടെ മുകളിലായിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള കുഞ്ഞു പള്ളി. ആ പള്ളിക്ക് അപ്പുറത്തായിട്ടാണ് ഞാൻ ഈ പറഞ്ഞ സ്ഥലം. ഈ സ്ഥലവും പിന്നെ നമ്മൾ കുറച്ചു മുമ്പ് കണ്ട വ്യൂ പോയിന്റ് ഒക്കെ വളരെ അടുത്തടുത്തായിട്ടാണുള്ളത്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഹംഗറിയുടെ ചരിത്രം എടുത്ത് നോക്കുമ്പോൾ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു സ്ഥലമാണിത്. സെബേഗേനിയിലെ ട്രിയാനോൺ മെമ്മോറിയൽ എന്നാണ് കേട്ടോ ഈ സ്ഥലം അറിയപ്പെടുന്നത്. വളരെയധികം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വലിയ സ്മാരകമാണിത്. ഈ സ്മാരകത്തിൽ കാണുന്ന ഓരോ കല്ലും വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്നും കൊണ്ടുവന്നതാണ്.
അതായത് ഒരു കാലത്ത് ഹംഗറിയുടെ ഭാഗമായിരുന്ന ഇന്ന് വിവിധ രാജ്യങ്ങളിലായി പിരിഞ്ഞു കിടക്കുന്ന കുറേയേറെ പ്രദേശങ്ങളിൽ നിന്നുള്ള കല്ലുകൾ കൊണ്ടുവന്ന് പണിതിട്ടുള്ള ഒരു സ്മാരകമാണ് കേട്ടോ ഇത്. 1918, 20 കാലഘട്ടത്തിന് മുമ്പ് ഹംഗറിയിൽ ഉണ്ടായിരുന്ന പ്രദേശങ്ങൾ ഇന്ന് പല രാജ്യങ്ങളിലായിട്ട് ഇങ്ങനെ വേർപിരിഞ്ഞ് കിടക്കുകയാണ്. കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ റൊമാനിയ, സ്ലോവാക്യ, സെർബിയ, ഉക്രൈൻ, പിന്നെ ഓസ്ട്രിയ, ഈ പ്രദേശങ്ങളിലെയൊക്കെ പഴയ ഹംഗേറിയൻ ഗ്രാമങ്ങളിൽ നിന്നുള്ള കല്ലുകളാണ് ഇവിടെ കൊണ്ടുവന്ന് ഇത് പണിതിട്ടുള്ളത്. ഹംഗറിക്ക് നഷ്ടമായിട്ടുള്ള ആ പഴയ പ്രദേശങ്ങളിൽ നിന്നുള്ള കല്ലുകളെല്ലാം കൊണ്ടുവന്ന് അവയെല്ലാം ചേർത്ത് വെച്ചിട്ട് ഒരു സ്മാരകം പണിത് അത് ഇന്ന് ഒരു ഓർമ്മയായിട്ട് ഇവിടെ നിലകൊള്ളുകയാണ്. ശരിക്കും പറഞ്ഞ ഹംഗറിയിലെ ജനങ്ങൾക്ക് ഈ സ്ഥലം വെറും ഒരു സ്മാരകം മാത്രമല്ല കേട്ടോ, ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ചരിത്രത്തിന്റെ ഓർമ്മകൾ സൂക്ഷിച്ചിരിക്കുന്ന ഒരു വികാരഭരിതമായിട്ടുള്ള ഇടമാണ്. ഈ സ്ഥലത്തോട് ഇവിടുത്തെ ആളുകൾക്ക് ഒരു പ്രത്യേക മാനസിക ബന്ധമുണ്ട്. അത് ഇവിടെ എത്തുമ്പോൾ തന്നെ നമുക്കും അനുഭവിക്കാൻ സാധിക്കും. എന്താണല്ലേ, ഒരു കാലത്ത് ഒരുമിച്ചിരുന്ന ഹംഗറിയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള മണ്ണ് ഇവിടെ കൊണ്ടുവന്നിട്ട് അവര് ഇങ്ങനെ സ്മാരകം പണിത് സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. കാലങ്ങൾ എത്ര മാറിയാലും അവിടുത്തെ ഓർമ്മകളും ചരിത്രവും ഒരിക്കലും മായുന്നില്ല എന്നൊരു നിശബ്ദമായ ഓർമ്മപ്പെടുത്തൽ പോലെ തോന്നുന്നുണ്ടല്ലേ. ശരിക്കും പറഞ്ഞ ഹംഗറിയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും കൊണ്ടുവന്നിട്ടുള്ള കല്ലുകൾ ചേർത്ത് നിർമ്മിച്ച ഈ സ്മാരകം രാജ്യത്തിന്റെ ചരിത്രത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു പ്രധാന ചിഹ്നം കൂടിയാണ്. ഈ സ്മാരകത്തിന് ചുറ്റുമുള്ള പ്രകൃതിയും പിന്നെ ദനൂബ് നദിയുടെ മനോഹരമായ കാഴ്ചയൊക്കെ കൂടുമ്പോൾ ഈ സ്ഥലത്തെ കൂടുതൽ ആകർഷകമാക്കുന്നുണ്ടല്ലേ. എന്തായാലും കറക്റ്റ് സമയത്താണ് കേട്ടോ നമ്മളിവിടെ എത്തിയത്. സൂര്യൻ അസ്തമിക്കുന്ന ഈ സമയത്ത് ഈ സ്ഥലത്തിന്റെ സൗന്ദര്യം വേറൊരു ലെവലിലേക്ക് മാറുന്ന ഒരു അനുഭവമാണല്ലേ. എന്ത് രസമായിട്ടാണ് ഈ മരത്തിന്റെ ചില്ലകളൊക്കെ ഈ സമയത്ത് ഇങ്ങനെ നിൽക്കുന്നതെന്നൊന്ന് നോക്ക്. ചരിത്രത്തിന്റെ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന ഈ സ്ഥലത്ത് സൂര്യാസ്തമയത്തിന്റെ ഈ നിമിഷങ്ങൾ കാണാൻ കഴിഞ്ഞത് എൻ്റെ ലൈഫിൽ മറക്കാനാകാത്ത ഒരു അനുഭവമാണ് കേട്ടോ. ഒരു കുന്നിന്റെ മുകളിലായിട്ട് വളരെ ഉയരത്തിലായിട്ട് ഒരു കാടിന് നടുക്കായിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലം, അവിടെ പണിത് വെച്ചേക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു അത്ഭുതം. അങ്ങനെ തന്നെ വേണ്ടേ ഇതിനെ പറയാനായിട്ട്. ഞാനീ പറഞ്ഞ സ്റ്റോറിയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ രാജ്യത്തുള്ള ആളുകൾക്ക് ഈ സ്ഥലം എത്രയധികം പ്രധാനപ്പെട്ടതായിരിക്കും, എത്രയധികം ഇമോഷണൽ ആയിട്ടുള്ളതായിരിക്കും എന്ന് ഒന്ന് ചിന്തിച്ചു നോക്ക്. ശരിക്കും പറഞ്ഞാൽ ചില സ്ഥലങ്ങളൊക്കെ നമ്മൾ കാണുന്നത് കണ്ണുകൾ കൊണ്ട് മാത്രമല്ല അല്ലേ, അത് എന്താ പറയുക, മനസ്സുകൊണ്ട് കൂടിയാണ്. ഈ സ്ഥലം എനിക്ക് തന്ന അനുഭവം അതുപോലൊക്കെ തന്നെയായിരുന്നു. എൻ്റെ യാത്രകളിൽ എന്ന ഹൃദയത്തിൽ സൂക്ഷിക്കാനാവുന്ന ഒരു മനോഹരമായിട്ടുള്ള ഓർമ്മയാണ് ഈ യാത്ര. അങ്ങനെ അത്യധികം സുന്ദരമായ, അങ്ങനെ തന്നെ വേണം പറയാനല്ലേ, അത്യധികം സുന്ദരമായ കാഴ്ചകൾ ക്യാമറയിൽ പകർത്തിയിട്ട് തൽക്കാലം ഈ സ്ഥലത്ത് നിന്ന് വിട പറയുകയാണ് കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും ഇതുപോലെ നല്ല നല്ല വീഡിയോകളായിട്ട് വരുന്നതാണ്. അപ്പം ഗുഡ് ബൈ.